ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം. ദേഹം മുഴുവൻ എണ്ണയും കരിയും, ലുങ്കിയും ഷർട്ടും അകത്താക്കി പുറത്തൊരു നിക്കർ ധരിക്കും. ഇങ്ങനെ ദേഹം മുഴുവൻ എണ്ണയും കരിയും തേച്ചു പിടിപ്പിച്ച് വീടിൻ്റെ മുറ്റത്തെത്തി കുട്ടികളെപ്പോലെ കരഞ്ഞോ പൈപ്പ് തുറന്ന് ശബ്ദമുണ്ടാക്കിയോ വീട്ടുകാരെ കൊണ്ട് തന്നെ വാതിൽ തുറപ്പിക്കുന്ന കുറുവാ സംഘം. മോഷണം ഒരു കുലത്തൊഴിലാക്കി മാറ്റിയ കുറുവാ സംഘം ഏറെക്കാലത്തിനു ശേഷം വീണ്ടും കേരളത്തിൻ്റെ ഉറക്കം കെടുത്തുകയാണ്. ആലപ്പുഴയിൽ പല പ്രദേശങ്ങളിലും കുറുവാ സംഘം മോഷണം നടത്താൻ ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ മോഷണങ്ങൾക്ക് പിന്നിൽ കുറുവാ സംഘമാണോ എന്ന് വ്യക്തമല്ല. കഴിഞ്ഞ 14 ദിവസത്തിനിടെ ചേർത്തല, മണ്ണാഞ്ചേരി, മാരാരിക്കുളം പ്രദേശത്തായി 10ഇടത്താണ് മോഷണം നടന്നത്. മണ്ണഞ്ചേരി, ആര്യാട് ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയ CCTV ദൃശ്യങ്ങളാണ് കുറുവാ സംഘത്തിലേക്ക് വിരൽ ചൂണ്ടിയത്. ദൃശ്യങ്ങൾ തമിഴ്നാട് പോലീസിനും കൈമാറിയിരിക്കുകയാണ്. ആരാണ് കുറുവാ സംഘം? ആക്രമിച്ച് കൊന്നിട്ടായാലും മോഷണം നടത്തുന്നവരാണ് കുറുവാ സംഘം. ഇരുട്ടിൽ പതുങ്ങിയിരുന്ന് ഞൊടിയിടയിൽ ആക്രമിക്കും. സ്ത്രീകളുടെ ശരീരത്തിൽ നിന്നും ആഭരണങ്ങൾ മുറിച്ചെടുക്കാനും നിമിഷ നേരം മതി. 100 കണക്കിന് പേരടങ്ങുന്നതാണ് ഈ സംഘം. പകൽ സമയങ്ങളിൽ ചെറിയ ജോലികളുമായി ചുറ്റിക്കറങ്ങി രാത്രിയാണ് മോഷണം നടത്തുക. കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഇവരുടെ കേന്ദ്രം. വീടുകളുടെ പിൻവാതിൽ തകർത്ത് അകത്തു കയറുന്നതാണ് രീതി. 3 പേരാണ് ഒരുമിച്ചുണ്ടാവുക. മോഷണം നടത്തേണ്ട വീടുകൾ 6 മാസം വരെ നിരീക്ഷിക്കും. കൂട്ടത്തിലെ ഒരാൾക്ക് കവർച്ച നടത്തുന്ന വീടിനെക്കുറിച്ച് പൂർണ്ണമായ വിവരമുണ്ടായിരിക്കും. ഏതു സമയത്തും ആരെയും ആക്രമിച്ചും മോഷണം നടത്താൻ ഇവർക്ക് കഴിയാറുണ്ട്. എതിർത്താൽ ആയുധം വെച്ച് ഭീഷണിപ്പെടുത്തും. വീണ്ടും എതിർത്താൽ കൊല്ലാൻ പോലും മടിയില്ല. കുറുവാ സംഘം അടുത്തിടെ കേരളത്തിലേക്ക് കടന്നതായി ഇന്റലിജൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. 75 പേരടങ്ങുന്ന സംഘം പാലക്കാട് അതിർത്തി വഴി കേരളത്തിലെത്തിയെന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്.